കവിത വേണമെങ്കിൽ വായിക്കാം. ബുക്കുകൾ തന്നെ പലതുണ്ട്, പല ലാംഗ്വേജ് എനിക്ക് ഇഷ്ടമുള്ള വായിക്കാം. എനിക്ക് പണ്ട് വായിക്കാനൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ അമ്പലത്തിൽ പോയതുകൊണ്ട് ഞാൻ വായിച്ചു തുടങ്ങിയതാണ്. ഇപ്പം ഞാൻ ഭയങ്കര ഇതൊക്കെയാണ് ഇഷ്ടമുള്ള വായിക്കാം. അതെ, എന്തിനാണെന്ന് അറിയത്തില്ല, പക്ഷെ അത് വരികയായിരുന്നു. പക്ഷേ അപ്പം ഞാൻ അതിങ്ങനെ വെച്ച് വാങ്ങിച്ചു ഓരോ അക്ഷരങ്ങളായിട്ട്. അന്ന് അക്ഷരങ്ങൾ അങ്ങനെ അറിയത്തില്ല, സ്വരാക്ഷരം മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഓരോ വരിയിലും അത് പിന്നെ അടുത്ത വരിയിൽ ഈ കണ്ടിട്ട് അങ്ങനെ വായിച്ചാണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞാൽ വായിക്കാൻ എല്ലാവർക്കും ആദ്യമേ കൊണ്ട് അറിയണമെന്നില്ല. ഇപ്പം എല്ലാവരും പറയുന്ന എക്സ്ക്യൂസാണ് എനിക്ക് വായിക്കാൻ അങ്ങനെ കിട്ടാറില്ല, അതുകൊണ്ടാണ് അതൊരു പ്രാക്ടീസിലൂടെ നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആരും എല്ലാത്തിനും പ്രാവീണ്യം നേടിയിട്ട് ജനിക്കുന്നില്ല, നമ്മളത് ട്രെയിൻ ചെയ്തെടുക്കുന്ന നമ്മുടെ ഒരു അക്വേർഡ് ടാലന്റാണത്. അബ്രഹാമിന്റെ കമ്പിളികണ്ടത്തെ കൽവരണികൾ എന്ന പുസ്തകത്തിന്റെ ആസ്വാദനമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ പുസ്തകം ബാബു അബ്രഹാമിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ്. ഒരു ബാലൻ, ജീവിതത്തിൽ ഒന്നുമല്ലാതിരുന്ന ഒരു ബാലൻ, നിരവധി കഷ്ടാനുഭവങ്ങളിലൂടെ പഠിച്ച് അന്യദേശം വരെ എത്തി പച്ച പിടിക്കുന്ന ഒരു കഥയാണ് കമ്പിളികണ്ടത്തെ കൽവരണികളിൽ നാം കാണുന്നത്. വക്കുപൊട്ടിയ കൽവരണികളിൽ അർഹതയുള്ളവർ തൊടുമ്പോൾ അറിയാതെ കൽവരണികൾ വീഞ്ഞുകൊണ്ട് നിറഞ്ഞു പോകുന്നു. തന്റെ അനുഭവങ്ങളിലെ ഒറ്റപ്പെടൽ ലളിതമായ ഭാഷയിലാണ് ബാബു അബ്രഹാം എഴുതിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ കമ്പിളികണ്ടത്തെ പാറത്തോട് എന്ന സ്ഥലത്ത് നന്ദികുന്നേൽ മേരിയുടെയും അബ്രഹാത്തിന്റെയും മകനായി ബാബു അബ്രഹാം ജനിച്ചു. 1950കളുടെ ആരംഭം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുസ്തകം ആരംഭിക്കുന്നത്. ഈ ഓർമ്മക്കുറിപ്പിലുടനീളം നന്ദികുന്നേൽ മേരി എന്ന ആ അമ്മയാണുള്ളത്. ശക്തിയായ ഒരു സ്ത്രീയാണ് മേരി. തന്റെ ശക്തമായ നിലപാടുകളിൽ മക്കളെ വളർത്തിയ സ്ത്രീ. തന്റെ ഒരു നല്ല കാലം മുഴുവൻ കുടിച്ചു നടന്ന സ്വന്തം അപ്പനോട് പോലും ഒരു തരത്തിലും കലയിക്കാൻ ഈ കുറിപ്പുകളിൽ ബാബു അബ്രഹാം തയ്യാറാകുന്നില്ല. പിന്നീട് സ്വന്തം അപ്പൻ തങ്ങളുടെ കുടുംബത്തെ ഉപേക്ഷിച്ചു പോകുന്നു. വീട്. നമസ്കാരം. മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ അതിപ്രസിദ്ധമായ കവിതയാണ് ചന്ദനക്കട്ടി. ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് വെളിച്ചം വീശുന്ന ആ കവിത കഥാപ്രസംഗ രൂപത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ചന്ദനക്കട്ടി. നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. വേമ്പല നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. കട്ടിൽ കളയുവാനായി ഇഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. കട്ടിൽ കളയുവാനായി ഇഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. വെമ്പലനാട്, ഇന്നത്തെ കോട്ടയം. പണ്ടുകാലങ്ങളിൽ കട്ടിലിൽ കിടക്കുന്നതിനുള്ള സൗഭാഗ്യം തമ്പുരാന്മാർക്കും തമ്പുരാട്ടിമാർക്കും മാത്രമേ ഉള്ളൂ എന്നതായിരുന്നു സത്യം. പൊതുജനങ്ങൾ നിലത്ത് പായിട്ട് കിടന്നുകൊള്ളണം. കട്ടിലിൽ കിടക്കാൻ വിധിക്കപ്പെട്ട തമ്പുരാട്ടിക്ക് കട്ടിലില്ലാഞ്ഞിട്ടല്ല, പുതിയ വട്ടിൽ ചന്ദനം കൊണ്ട് തന്നെ ഒന്ന് വേണം. ആനക്കൊമ്പാവനം മേലാപ്പിന് ആനമുഖം വേണം കാലുകളിൽ. ആനക്കൊമ്പാവനം മേലാപ്പിന് ആനമുഖം വേണം കാലുകളിൽ. തമ്പുരാട്ടിയുടെ മോഹം അറിഞ്ഞയുടൻ തന്നെ തമ്പുരാൻ കൽപ്പിച്ചു. ആരവിടെ? മേനോക്കിയച്ഛനോട് വരാൻ പറയൂ. മേനോക്കിയച്ഛൻ എന്നാൽ കാര്യസ്ഥനാണേ. തമ്പുരാന്റെ കൽപ്പന കേട്ടയുടൻ തന്നെ മേനോക്കിയച്ഛനും മേനോന്മാരും തച്ചന്മാരും നായന്മാരും ഒക്കെ ഒരു വൻ പടയായി വാക്കത്തിയും കോടാലിയും എടുത്ത് തമ്പുരാനെ തൊഴുത്തിറങ്ങി. ചന്ദനമരം തേടിയാലേന്ന അവരുടെ മുന്നിൽ തമ്പുരാട്ടിയുടെ രൂപഭംഗി തെളിയുകയാണ്. തഴമ്പു കൊണ്ടു കടഞ്ഞ പോലെ താപുമൊലി പൂണ്ട തമ്പുരാട്ടി. തഴമ്പു കൊണ്ടു കടഞ്ഞ പോലെ താപുമൊലി പൂണ്ട തമ്പുരാട്ടി. താഴകിലിന്റെ മണം പുരണ്ടും കണങ്കാലോളം ചുരുണ്ടിരുണ്ടും മുല്ലപ്പൂമാലയോദിത്തു നിന്നും നല്ല മുടിയാർന്ന തമ്പുരാട്ടി. വേമ്പല നാട്ടിലെ തമ്പുരാട്ടി. കുറ്റിക്കാടുകളും തെങ്ങുകളും വയലുകളും താണ്ടി അവർ ഒരു അരുവിയുടെ തീരത്തെത്തി. ചന്ദനമരം തേടിയാലേന്ന അവരുടെ ചെവിയിൽ തമ്പുരാന്റെ കൽപ്പന മുഴങ്ങുകയാണ്. തടിമൂത്ത ചന്ദനം കൊണ്ടല്ലാതെ പടി കടന്നാലും വരേണ്ട നാളെ തലയും ചൊറിഞ്ഞു തിരിച്ചു വന്നാൽ തലയോടുകൂടി വിടില്ല ഒരാളെ. നടന്ന് നടന്ന് നേരെ ഉച്ചയായി.
വിശപ്പും ദാഹവും സഹിക്ക വയ്യാതായപ്പോൾ കയ്യിൽ കരുതിയിരുന്ന പൊതിച്ചോറുള്ളവാനായി ഒരു അരുവിടക്കിലേക്ക് അവർ ഭക്ഷണം കഴിക്കുന്നതിനിടെ ഒരാൾ ചോദിച്ചു, അതാ അങ്ങോട്ട് നോക്കൂ, എന്താണത്? ഇത് ചന്ദനം തന്നെ. അത് കേട്ട ബാക്കി എല്ലാവരും അരുവിയിൽ കൈ കഴുകി ആ ചന്ദനമരത്തിന് നേരെ കുറിച്ചു. ഒരാൾ ഒരു ചെറുചില്ല കുത്തിയെടുത്ത് മണത്തു നോക്കി. ആഹാ, ചന്ദനത്തിന്റെ തനുത്ത ഗന്ധം. അവർ തോർത്ത് തലയിൽ കെട്ടി വാക്കത്തെയും കോടാലിയും എടുത്ത് ആ ചന്ദനമരത്തിന് നേരെ ആഞ്ഞു വീശിയപ്പോൾ അതാ ഒരു ശബ്ദം, ഒരു കരച്ചിൽ. വെട്ടല്ലേ. Jump on a cloud, sail on the sea, ride with the night or swing through the trees. Every page a brand new place. Close your eyes and drift away. Breathe. സജീവമായി പങ്കുചേരും.
ഉറവിടങ്ങൾ പുസ്തകങ്ങളാൽ അതിരുകളിൽ ആകാശപ്പൊലിവ് കണ്ടിടാം. അറിവിന്റെ ഉറവിടങ്ങൾ പുസ്തകങ്ങളാൽ അതിരുകളിൽ ആകാശപ്പൊലിവ് കണ്ടിടാം. പൂവാടിയായി മാറും ഈ ഭൂമിയിൽ, പൂവാടിയായി മാറും ഈ ഭൂമിയിൽ വായനയാൽ ഒത്തുചേർന്നു പാടിടാം. വായനാദിനം വായനാദിനം വായന പൂത്തുലയട്ടെ, വായന പൂത്തുലയട്ടെ. അറിവിന്റെ ഉറവിടങ്ങൾ പുസ്തകങ്ങളാൽ അതിരുകളിൽ ആകാശപ്പൊലിവ് കണ്ടിടാം. ഇരുള് വീണ വഴികളിൽ തെളിച്ചമേകിടാൻ, വായനയാൽ തിരികൊളുത്തി വെളിച്ചമായിടാൻ. അറിവുകളെ ചിറകുകളായി മാറ്റിടാൻ. കറുപ്പ് എന്ന പുസ്തകമാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ വായിക്കുന്നത് ബഷീറിന്റെ വിശുദ്ധ എന്ന കഥയാണ്. വായിച്ചപ്പോൾ അത്യാവശ്യം നല്ല കൊള്ളാം ഇതാണ്. ബഷീർ നല്ല കഥയാണ്. ഞാൻ വായിക്കുന്നത് അലകടലുകളും നെയ്യാമ്പലുകളും വിഷ്ണു നാരായണൻ നമ്പൂതിരി എഴുതിയ ബുക്കാണ്. ഇതിൽ പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളും ശ്രീനാരായണ ഗുരു ആരായിരുന്നു എന്നതിനെ കുറിച്ചാണ്. ബ്രോക്കൺ ഹാർട്ട്സ് എന്ന് പറയുന്ന സ്റ്റോറിയാണ്. ഒരു ഡിസ്നി ചാനലിൽ സീരീസ് ആയിട്ട് ഇറങ്ങിയ ഒരു സ്റ്റോറി. Open a book, what do you see? A world of wonder waiting for me. Jump on a cloud, sail on the sea, ride with the night or swing through the trees. Every page a brand new place. Close your eyes and drift away. Read, imagine, fly, take a trip beyond the sky. Turn the pages, don't be shy. Books will make you soar so high. Read, imagine, dream. Nothing's ever as it seems. Through the stories, through the time, let your heart and mind unwind. A book's like magic in your hands. It takes you far to distant lands. Meet a mermaid, chase the moon, dance with stars or race balloons.
One book, one pen and one teacher can change the whole world. വായനാ ദിനത്തിൻ്റെ ആശംസകൾ ടെന്നയിൽ എൻ്റെ കൂട്ടുകാർക്ക് നേരുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തും വഴികാട്ടിയും ഞങ്ങളുടെ സ്വന്തം ഡോക്ടർ ചന്ദ്രബിന്ദു മിസ്സിനെ സ്വാഗതം ചെയ്യുകയാണ്. കേൾക്കുക ഇങ്ങനെ അല്ലേ, എത്രയോ വർഷമായിട്ട് കേട്ടോണ്ടിരിക്കല്ലേ. അത് ആരെ കുറിച്ചുള്ളതാണ്, എന്തിനെ കുറിച്ചുള്ളതാണ്, എന്തിനാണ് വായനാ ദിനം ആചരിക്കുന്നത്, ആരുടെ ഓർമ്മയ്ക്കാണ്? EN പണിക്കർ. എടുക്കാണ് നല്ല പഠിക്കുന്ന പിള്ളേരാണ് എനിക്ക് മുമ്പിലിരിക്കുന്നത്. ഈ PN പണിക്കർ എങ്ങനെയാണ് നമ്മളെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുപോയത്? ഒരു പഴയ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ ഓരോ പ്രദേശങ്ങളും മൊത്തം നടന്ന് അവിടെയൊക്കെ അവിടുത്തെ യുവാക്കളെയൊക്കെ സംഘടിപ്പിച്ചിട്ട് വായനശാല ഉണ്ടാക്കി. ഈ ലൈബ്രറി എന്ന് പറയുന്ന സാധനം കേട്ടോ ഈ വായനശാല. ആണോ? അപ്പൊ അത് ഉണ്ടാക്കിയ ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നാളെയുടെ നാവുകൾ നിങ്ങൾ നാവിലിറ്റിച്ച അമ്മതൻ നറുപ്പാലിൻ വീര്യം കാക്കേണ്ടത്, നോവുകളിൽ പതരാതെ നറും പുഞ്ചിരി നീട്ടേണ്ടത്, നാം ഏവരും ഒന്നെന്ന നല്ല പാഠം ചൊല്ലിപ്പടിച്ച് നാടിന് വിളക്കാകേണ്ടത്, നാളെ വരും തലമുറയുടെ നൽപ്രകാശമാക്കേണ്ടത്, നാടിൻ നന്മയ്ക്കായി നെടും തൂണുകൾ ആകേണ്ടവർ, നാട്ടിലെ പാഠവും പാട്ടും പാടത്തിൻ പാട്ടും നാളേക്കായി കരുതി വയ്ക്കേണ്ടവർ, നാടും മേടും മലയും പുഴയും നല്ല കാടും കാട്ടുമക്കളെയും നന്ദിയോടെ കാക്കേണ്ടവർ, നിങ്ങളാണ് കുട്ടികളെ നാളത്തെ നാടിൻ ഉടയോർ, നാടും നാട്ടു നന്മയും കാക്കും ഉടയോർ, നാടും നാട്ടു നന്മയും കാക്കും ഉടയോർ. നന്ദി, നമസ്കാരം. രചിച്ചത് അബ്ദുള്ളക്കുട്ടി എടവണ്ണ എന്ന എഴുത്തുകാരനാണ്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമി ബുക്സ് ആണ്. റിയാൻ എന്ന കുട്ടിയുടെ ജീവിതകഥയാണ് ഈ പുസ്തകം. ഒരു ദിവസം ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ആഫ്രിക്കയിലെ ജനങ്ങൾ കുടിവെള്ളം ലഭിക്കാൻ നേരിടുന്ന കഷ്ടപ്പാടിനെ കുറിച്ചും പറഞ്ഞത് റിയാനെ സങ്കടത്തിലാക്കി. ആഫ്രിക്കയിൽ ഒരു കിണർ സ്ഥാപിക്കുക എന്നത് അവന്റെ ലക്ഷ്യമായി. ആഫ്രിക്കയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കാനായി റിയാൻ വിവിധ വീട്ടുജോലികൾ ചെയ്ത് കിണർ നിർമ്മാണത്തിനായി പണം സമ്പാദിക്കാൻ തുടങ്ങി. തുടർന്ന് സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റും ആഫ്രിക്ക നേരിടുന്ന കുടിവെള്ള പ്രശ്നത്തെ അവൻ തന്റെ രാജ്യത്തെ ജനങ്ങളെ അറിയിക്കുകയും അങ്ങനെ കുടിവെള്ള കിണർ നിർമ്മിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഇത് കണ്ട് പ്രചോദിതരായ കാനഡയിലെ കുട്ടികൾ ആഫ്രിക്കയിലെ കുട്ടികൾക്ക് കത്തെഴുതാൻ തുടങ്ങി.
അങ്ങനെ റിയാന് ലഭിച്ച സുഹൃത്തിന്റെ പേരാണ് ജിമ്മി. ജിമ്മി ഒരു അനാഥനായിരുന്നു. ഒരു നാൾ ആഫ്രിക്കയിൽ കാബാലിക സംഘം ആക്രമിക്കാൻ തുടങ്ങി. ജിമ്മി